രാത്രി ആയപ്പോഴത്തേക്കും ക്ഷണിക്കാക്കാൻ അത് ആ ബസ് സ്റ്റോപ്പിൽ വിളിക്കാൻ വേണ്ടി പോകുന്ന പോക്കാണ് കേട്ടോ. അതിനൂസ് മുറ്റത്തോട്ട് ഇറങ്ങിക്കാൻ ആകെയുള്ള പണിയാണ് മെറ്റൽ വാരി കളിക്കുക എന്നുള്ളത് കേട്ടോ. എനിക്കാണെന്നുണ്ടെങ്കിൽ ഒന്ന് കടയിൽ കയറാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. നാളത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റിന് പൊടി വാങ്ങിക്കാനുണ്ടായിരുന്നു കേട്ടോ, ഗോതമ്പ് പൊടി. അപ്പോൾ അതും വാങ്ങിച്ച് വരുന്ന വഴിക്ക് നമ്മുടെ അയിനൂസ് ക്ഷണിക്കാനെ കൊണ്ട് കേക്ക് വാങ്ങിപ്പിക്കുകയാണ് കേട്ടോ. അവൾക്കാണെന്നുണ്ടെങ്കിൽ കേക്കാ എന്തെങ്കിലും സാധനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ തന്നെ ഷിനിക്കാക്കാൻ്റെ അടുത്ത് പറയുള്ളൂ കേട്ടോ. കാരണം എൻ്റെ അടുത്ത് പറഞ്ഞാൽ അവൾക്ക് അറിയാം ഇതൊന്നും നടക്കാൻ പോണില്ലാന്ന്. അപ്പോൾ ഇക്കാക്കനെ സോപ്പിട്ട് അതൊക്കെ വാങ്ങിപ്പിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ കേക്ക് വാങ്ങിച്ച് വീട്ടിലെത്തിയപ്പോഴത്തേക്കും ഷിനിക്കാക്ക വീട്ടിലോട്ട് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇക്കാക്കയുടെ വീട്ടിലോട്ട് പോയപ്പോഴത്തേക്കും ഞാനിതാ വീട്ടിലോട്ട് കയറിയിട്ട് അവൾക്കുള്ള കേക്ക് ഇതാ പുറത്തോട്ട് എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ 2 സ്പൂൺ കഴിച്ചിട്ട് പിന്നെ ബാക്കി അവൾക്ക് തന്നെ കൊടുത്തിട്ട് ഞാൻ നേരെ അടുക്കളയിൽ കയറിയിട്ട് വാങ്ങിച്ച സാധനങ്ങൾ എടുത്ത് പുറത്തോട്ട് വെക്കുന്നുണ്ട് കേട്ടോ. നാളത്തേക്ക് മാത്രമല്ല ഇന്നത്തേക്ക് കോഴിമുട്ടയും കരളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്നെല്ലാം ഒരു തട്ടിക്കൂട്ടാണ് കേട്ടോ. ഒരു ചമ്മന്തിയും ഒരു കോഴിമുട്ട വറുത്തതും തലേ ദിവസത്തെ കുറച്ച് മീൻകറിയുടെ ചാറിരിപ്പുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കൂട്ടി ഇന്ന് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. നാളെ വല്ല മീൻ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ വൈകുന്നേരം അടിച്ച ജ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് ഷിനിക്കാക്ക് മാറ്റി വെച്ചിട്ട് ആദ്യം തന്നെ ചമ്മന്തി അരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഉമ്മാനെ വിളിച്ചിട്ടാണ് ചമ്മന്തി എങ്ങനെ അരക്കണ്ടേന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഉമ്മയാണെന്നുണ്ടെങ്കിൽ 2 പച്ചമുളക് ഇട്ടാൽ മതി മോളെ എന്ന് പറഞ്ഞതാണ്. എന്നാലും ഞാൻ 3 പച്ചമുളക് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നോക്കിയിട്ട് ഇട്ടാൽ മതി എന്ന് ഉമ്മ പറഞ്ഞതാണ്, പക്ഷെ ഞാൻ കേട്ടില്ല. ഞാൻ 3 പച്ചമുളക് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ചമ്മന്തിക്ക് നല്ല എരിവുണ്ടായിരുന്നു. കുഴപ്പമില്ല, കാരണം വേറെ പ്രത്യേകിച്ച് കറികളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ചമ്മന്തിക്ക് എരിവ് കയറി നിൽക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്ക് നമ്മുടെ ഷിനിക്കാക്ക് ഒന്ന് ഖുറാൻ ഓതാനിരിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ അയിനൂസ് ഇക്കാടെ ബേക്കിൽ തന്നെ ഉണ്ട് കേട്ടോ. അയിനൂസിന് ഇന്ന് കഞ്ഞി കൊടുക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ഷിനിക്കാക്ക് വേണ്ടിയിട്ടുള്ളത് മുട്ട വറുത്തതും അതുപോലെ തന്നെ മീൻകറീൻ്റെതും ചമ്മന്തിയൊക്കെ ഉണ്ടായിരുന്നുണ്ട്. പിന്നെ തലേ ദിവസത്തേക്കുള്ള അല്ല നാളത്തേക്കുള്ള പൊടിയും കറികളൊക്കെ ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പയർ വെള്ളത്തിലിട്ടിട്ടുണ്ട്. പിന്നെ ഇക്കാക്ക് ജ്യൂസ് കൊടുത്തതിന് ബാക്കി ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ ഞാനും കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഷിനിക്കാക്കയും ഇവളും കഴിഞ്ഞ ജന്മത്തിൽ കീരിയും പാവുമ്പോൾ ആയിരുന്നു തോന്നുന്നു കേട്ടോ. കാരണം ഇക്കാക്ക വന്നു കഴിഞ്ഞാൽ ഇവൾക്ക് എവിടെ നിന്നൊക്കെയാണ് കുരുത്തക്കേട് ചാടണമെന്ന് അറിയില്ല. 2 പേരും അങ്ങോട്ട് ഇങ്ങോട്ട് ഭയങ്കര തല്ലുകൂട്ടമാണ് കേട്ടോ. എന്നിട്ട് എൻ്റെ അടുത്താണ് ഇവർ 2 പേരും വന്ന് പറയുന്നത് അവൾ കാണിച്ചത് കണ്ടോ. അപ്പോൾ അവൾ പറയും ഇക്കാക്ക കാണിച്ചതുണ്ടോ ബാപ്പി കാണിച്ചത് കണ്ടോ എന്ന് പറയും. എൻ്റെ അടുത്ത് അവിടെ പരാതി പറയുന്ന 2 പേരും. എനിക്കാണെന്നുണ്ടെങ്കിൽ ഈ വിറ്റങ്ങളിൽ ഇരുന്നിട്ട് തലക്ക് ഭ്രാന്ത് പിടിച്ചിട്ട് വയ്യ. പിന്നെ അതിനിടയ്ക്ക് മെയിൻ ചെയ്യാറില്ല കേട്ടോ. അപ്പം അത്ര മുളകിനോട് ഇഷ്ടപ്പെടില്ലേക്ക്